മുന്നേറ്റങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തനായ നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. സഖാവ് സീതാറാം യെച്ചൂരിയെ ഇവിടെ സൈനികരായ എല്ലാവർക്കും വേണ്ടി കോഴിക്കോട്ടെ ജനാവലിക്ക് വേണ്ടി അഭിമാനാന്തരങ്ങളോടെ ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമതി ടീച്ചർ അവർ അല്പസമയത്തിനൊപ്പം ഇവിടെ എത്തിച്ചേരും. ശ്രീമതി അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIയുടെ പ്രമുഖരായ നേതാവ് സഖാവിനെ അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ സംഗീതനായിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LJDയുടെ സംസ്ഥാന അധ്യക്ഷൻ മുൻ MP കൂടിയായിട്ടുള്ള MP ശ്രേയസ് കുമാർ അദ്ദേഹം ഈ സെമിനാറിൽ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നമ്മുടെ ഈ നാട്ടുകാരൻ മാത്രമല്ല, ഈ പരിപാടിയുടെ എല്ലാ സംഘാടനത്തിന്റെ ഭാഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ സംഘാടനത്തിന്റെ ഭാഗം കൂടിയായിട്ടുള്ള നമ്മുടെ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ NCPയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JDSന്റെ അഖിലേന്ത്യാ നേതാക്കളിൽ ഒരാളായ M സഫറുള്ള അദ്ദേഹം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. INL നേതാവ് പ്രൊഫസർ MP അബ്ദുൽ വഹാബ് അദ്ദേഹം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി അവർ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് കോർപ്പറേഷന്റെ ബഹുമാന്യായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നേരത്തെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ സംഘാടനത്തിന്റെ ഭാഗം കൂടിയാണ് മേയർ. മേയറെ തുറന്ന മനസ്സോടെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സെക്രട്ടറി എല്ലാ കാര്യങ്ങളിലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമ്മളോടൊപ്പം ഈ നാടിന്റെ മുൻപന്തിയിൽ നിലനിർത്തിയിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യനായ സെക്രട്ടറി മുക്കം ഉമർ ഫൈസി അദ്ദേഹം ഹജ്ജ് കമ്മിറ്റി അംഗം കൂടിയാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുസാവറ അംഗം കൂടിയായിട്ടുള്ള PM അബ്ദുൾ സലാം ബാക്കവി അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് സഹകരിക്കുന്ന C മുഹമ്മദ് ഫൈസി അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ള അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി അദ്ദേഹവും ഏത് സന്ദർഭത്തിലും വർഗീയ ശക്തികൾക്കെതിരായ മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ കോഴിക്കോട് കേന്ദ്രമായി നിന്നുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിക്കുകയും പങ്കാളിയായും ചെയ്യുന്ന ബഹുമാന്യനായ TP അബ്ദുള്ള കോയ മദനിയെ ഞാൻ ഹൃദയപൂർവ്വം സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KNMന്റെ തന്നെ പ്രമുഖനായ നേതാവ് ഡോക്ടർ സൈൻ മണൂർ അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മർക്കസ് തുകയുടെ ജനറൽ സെക്രട്ടറി CP ഉമ്മർ സുലമി അദ്ദേഹവും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും തുറന്ന മനസ്സോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മർക്കസ് തുകയുടെ ഭാരവാഹി അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള
ഡോക്ടർ IP അബ്ദുൾ സലാം, അദ്ദേഹവും എപ്പോഴും ഏത് ഘട്ടത്തിലും നമ്മളോടൊപ്പം ഇത്തരം സംരംഭങ്ങളിലെല്ലാം കൈകോർത്തു നിൽക്കുന്ന അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുപോലുള്ള പരിപാടികളിലും വർഗീയ ശക്തികൾക്കെതിരായ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മതനിരപേക്ഷ മുന്നേറ്റത്തിന്റെ ഭാഗമായി കരുത്തായി നിലകൊള്ളുന്ന MBSന്റെ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഫസലിനെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള AK അഷ്റഫ്, അദ്ദേഹവും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാറിൽ സംഘാടക സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് നിറഞ്ഞ മനസ്സോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ ജോസഫ് കടലിക്കൽ താമരശ്ശേരി രൂപതയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ, നവോത്ഥാന സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ അറിയിക്കും. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരള ദളിത് ഫെഡറേഷന്റെ പ്രസിഡന്റ് രാമഭദ്രൻ, അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. കലാസാഹിത്യ രംഗത്തെ അനേകം പ്രമുഖരായ വ്യക്തികൾ ഈ സെമിനാറിൽ എത്തിയിട്ടുണ്ട്. എഴുത്തുകാരും നാടക പ്രവർത്തകരും സിനിമാ രംഗത്തുള്ളവരും ചിത്രകാരന്മാരും ഗായകന്മാരും അവരെല്ലാം ആരുടെയും പേരെടുത്ത് പറയാതെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേക ചെയർമാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗവും മലയാളത്തിന്റെ പ്രിയ നോവലിസ്റ്റും ഭരണഘടനാ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയുമായ ശ്രീ KP രാമൻ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന വേദിയിലിരിക്കുന്ന ബഹുമാന്യനും പ്രിയങ്കരനുമായ സീതാരാമനെ ചൊല്ലി, വേദിയിലിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ മറ്റ് ജ്വലിക്കുന്ന താരങ്ങളായിട്ടുള്ള പ്രഗത്ഭരും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഏകീകൃത സിവിൽ കോഡിനെതിരായിട്ടുള്ളൊരു ദേശീയ സെമിനാർ മാത്രമല്ല ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രാജ്യത്തിന്റെ ഭാഗതയും തന്നെ മാറ്റിമറിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തകിടം മറിക്കാൻ പോകുന്ന വലിയൊരു പ്രക്ഷോഭത്തിന്റെ ചരിത്രം കുറിക്കുന്ന നാന്ദിയാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. നാളെ ചരിത്രം വായിക്കുന്ന സമയത്ത് കോഴിക്കോട് വെച്ചായിരുന്നു ഈ വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് അഭിമാനപരസരായി ഓർത്തിരിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവും. ഏകീകൃത പൗരത്വ നിയമത്തിന് ഇത് നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പെടുന്ന ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കമല്ല കേന്ദ്ര സർക്കാർ നടക്കുന്നത്. വർഗീയ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ധ്രുവീകരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ്. പൗരത്വ നിയമം, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയ ബില്ല്, അയോധ്യ മുതലായിട്ടുള്ള വർഗീയ അജണ്ടകളിൽ കഴിഞ്ഞപ്പോൾ എല്ലാ നിലയ്ക്കും ഇന്ത്യയിലെ ഭരണം സാധാരണക്കാരനെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുകൊണ്ട് ഒരു വർഗീയ ഫാസിസ്റ്റ് കോഡുമായിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 14 വയസ്സിന് കീഴെയുള്ള കുട്ടികൾക്കെല്ലാം സൗജന്യ വിദ്യാഭ്യാസം, സ്ത്രീ തൊഴിലാളികൾക്കും പുരുഷ തൊഴിലാളികൾക്കും തുല്യവേതനം, എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മാത്രമല്ല ചില വ്യക്തികളിലും ഗ്രൂപ്പുകളിലും സമ്പത്തിന്റെ കേന്ദ്രീകരണം അടക്കം തടയണമെന്ന നല്ല കാര്യങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങളിലുള്ളത്. ഈ മാർഗനിർദ്ദേശ തത്വങ്ങളെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട്
അതിനെതിരായി വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് ഉയർത്തിപ്പിടിക്കുന്നത്, അതിന്റെ ഉദ്ദേശം ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് NDAയിലടക്കമുള്ള കക്ഷികൾ ഇതിനെതിരായി വന്നിരിക്കുന്നത്. ഈ രാജ്യത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് നമുക്ക് ഈ സെമിനാറോടുകൂടി നടത്തേണ്ടത്. മണിപ്പൂരിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ രാജ്യത്തെ കുളം തോണ്ടാൻ ഈ ശക്തികളെ അനുവദിക്കണമോ അനുവദിക്കേണ്ടേ എന്ന നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ ചോദ്യത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതിനുള്ള മറുപടിയാണ് സാമൂഹികയുടെ ഇവിടെ സ്വാഗത പ്രാസംഗികനായിട്ടുള്ള മോഹൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. കോഴിക്കോടിന്റെ മണ്ണ് എല്ലാ സാമ്രാജ്യത്വ ശക്തികൾക്കും വരേണ്യ ശക്തികൾക്കും പിന്തിരിപ്പൻ ശക്തികൾക്കും എതിരെ പോരാടിയിട്ടുള്ള മതമൈത്രിയുടേതായ മതേതരത്വത്തിന്റെ ഈ കേന്ദ്രത്തിൽ വെച്ച് തന്നെയായിരിക്കും ഇന്ത്യ മുഴുവൻ ഉയർന്നു വരുന്ന വലിയ പ്രതിരോധത്തിന്റെ ഘട്ടം. അതാണ് നാം ഇവിടെ അതിനുള്ള നാമിയാണ് കൊണ്ടുവന്നത്. നാം കൂടുതൽ നീട്ടി പറയുന്നില്ല. ഈ ഏകീകൃത സിവിൽ കോഡ് നിയമം ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയാണ് എന്നുള്ള വിദഗ്ധ വാദങ്ങളെല്ലാം ഇതിന്റെ പ്രയോക്താക്കൾ ഉന്നയിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കകത്തുള്ള ജെൻഡർ ജസ്റ്റിസ്, ന്യൂനപക്ഷം ബാക്കിയുണ്ടെങ്കിലല്ലേ അതിന്റെ അകത്തുള്ള ജെൻഡർ ജസ്റ്റിസിന്റെ കാര്യം നോക്കാൻ പറ്റുള്ളൂ. ന്യൂനപക്ഷം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ അകത്തുള്ളവരുടെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക? നമ്മുടെ നിയമനിർമ്മാതാക്കൾ ഭരണഘടനാ വിദഗ്ധരെല്ലാം തന്നെ വ്യക്തി നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ അതാത് സമുദായങ്ങളിലും അതാത് സ്വത്തുങ്ങളിലും പെട്ടവരുമായി ചർച്ച ചെയ്തിട്ട് ആലോചിക്കേണ്ട വിഷയമായിട്ടാണ്. അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കൽ തീർച്ചയായിട്ടും വർഗീയമായി രാജ്യത്തെ വിഭജിക്കാനുള്ള പ്രവർത്തനമാണ്. അതിന് നമ്മൾ മലയാളം അറിയില്ല, എൻ്റെ മാതൃഭാഷ തെളിയില്ല. நான் இங்கிலீஷில் സംസാരിക്കുക translate. So the president of today's meeting, KP Ramanami, the large number of ministers, leaders of political parties, secretaries, leaders of social organizations, and leaders of various movements that are there on the dais, with respect to all of them, and my dear brothers and sisters. This is a very unique and a very important initiative that has been taken to organize this sort of a seminar or a meeting or a discussion in order to maintain the plurality that we have in our country. It is not only diversity, it is plurality. And the difference between the two is that diversity is differences in the way we operate, behave, we organize, but plurality is recognition of different groups and different sets of people who cohabit and live together. So therefore, this is, I think, a meeting where this plurality of India will be addressed, which is our rich heritage, and that has to be maintained. ഇന്നത്തെ അധ്യക്ഷൻ, വേദിയിലുള്ള മന്ത്രിമാർ, സാമൂഹ്യ സംഘടനാ നേതാക്കൾ, മറ്റ് പ്രമുഖരായ സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും രാജ്യത്തിൻ്റെ വൈവിധ്യപൂർണമായ ഇന്നത്തെ അവസ്ഥ നിലനിർത്തുകയും ചെയ്യാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ മഹാസമ്മേളനം. That's right, when we are discussing the question of the Uniform Civil Code and Article 44 of our Constitution, we must recollect very briefly what the discussion in the Constituent Assembly was. When Dr. Babasaheb Ambedkar, in part of the discussion, talked in terms of saying that this is an effort which has to be undertaken and achieved only through the cooperation of all sections of the people and through very, very deep discussions.
This is part. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ മാർഗനിർദ്ദേശ തത്വത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. ഇതുപോലെ മറ്റൊട്ടനേക വിഷയങ്ങളും മാർഗനിർദ്ദേശ തത്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഉദാഹരണം പറഞ്ഞാൽ 43A വ്യവസായങ്ങളിൽ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അല്ലെങ്കിൽ തൊഴിലാളി പ്രതിനിധികൾക്ക് മാനേജ്മെന്റിൽ പങ്കാളിത്തം നൽകുക എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാൻ എന്തുകൊണ്ടാണ് ധൃതി കാണിക്കാത്തത്? ഇത് വ്യക്തമായും ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്. When this Modi government assumed office in 2014, in 2016, under its direction, the Law Commission, then the 21st Law Commission, the last Law Commission, it conducted an exercise on the issue of uniform civil code. For 2 years, talking to all sections and all stakeholders, it came to a final conclusion in 2018. I'll read out the crucial part of their report. And this, I'm quoting from the report, quote, while diversity of Indian culture can and should be celebrated, specific groups or weaker sections of the society must not be disprivileged in the process. Resolution of this conflict does not mean abolition of difference. This commission has therefore dealt with laws that are discriminatory rather than providing a uniform civil code, which is, I underline, which is neither necessary nor desirable at this stage. Most countries are now moving towards recognition of difference, and the mere existence of difference does not imply discrimination, but is indicative of a robust democracy, unquote. The CPIM endorses this position, and we agree and we uphold this is the understanding that must prevail in the country. മോദി ഗവൺമെന്റ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 2016 സർക്കാർ നിയോഗിച്ച നിയമ കമ്മീഷൻ ഈ വിഷയം സംബന്ധിച്ച് യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ചർച്ചകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും അഭിപ്രായങ്ങൾ കേട്ടു. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് 2 വർഷത്തിന് ശേഷം 2018 അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ അവർ വ്യക്തമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യപൂർണമായ അവസ്ഥ. ഏതു തരത്തിലുള്ള നടപടിയും അവശ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ വിവേചനത്തോടുകൂടി കാണുന്ന തരത്തിലാവരുത് എന്ന് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഫൈനലായി ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ, ഒരു അന്തിമ അഭിപ്രായം എന്ന നിലയിൽ അവർ പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡ് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല, അഭികാമ്യവുമല്ല. മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളും വ്യത്യസ്തതകൾ നിലനിർത്താനും വൈവിധ്യങ്ങളുടെ സൗന്ദര്യം ഉയർത്തിപ്പിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇവിടെ ഏകീകരണം എന്ന പേരിൽ ഒരു പുതിയ ആശയമായിട്ട് വരുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സുരഭിലമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് പകരം ഏകീകരണം എന്ന പേരിൽ മറ്റ് ചില അജണ്ടയിലേക്കാണ് ഇവർ പോകുന്നത്. But at the same time, CPM believes that uniformity is not equality. The CPIM steadfastly champions the question of equal rights and equality, not only between men and women, that is gender equality, but equality of all human beings, irrespective of their caste, their creed, or their gender. But in order to achieve this, which is a constitutional guarantee, this equality, but in order to achieve this, it is necessary that any need for a reform in personal or customary laws in any community or section must be undertaken in consultation with specific communities and the democratic participation of all, that is men and women. Without undertaking this process, any superimposition of any order is something that the CPM relentlessly opposes and will continue to oppose to even today's conditions.
ഏകീകരണമെന്ന് പറഞ്ഞാൽ സമത്വം സൃഷ്ടിക്കലല്ല. ജനങ്ങൾക്കിടയിൽ സമത്വം ഉണ്ടാകുന്നതിനെ CPIM എല്ലായ്പ്പോഴും അനുകൂലിക്കുന്നു. അത് ലിംഗസമത്വം മാത്രമല്ല, വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ, വിവിധ സാമൂഹിക വിഭാഗങ്ങൾ തമ്മിലൊക്കെ സമത്വപൂർണമായ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക എന്ന ഒരു പൊതുവായ ആശയമാണ്. ഏതെങ്കിലും സമുദായത്തിൽ, ഏതെങ്കിലും സമൂഹത്തിൽ, ഏതെങ്കിലും വിഭാഗത്തിൽ നിലവിലുള്ള ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിനിടയിൽ വിപുലമായ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യപരമായ അഭിപ്രായ വിനിമയത്തിന് അവസരം നൽകിക്കൊണ്ട് വേണം അത്തരമൊരു പരിശ്രമം നടത്താൻ. അതൊന്നുമില്ലാതെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നത് അഭികാമ്യമല്ല. ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തുക എന്ന നിലപാടിനോടാണ് CPIM എക്കാലത്തും യോജിച്ചിട്ടുള്ളത്. That's why during the discussions in a Constituent Assembly, when this constitution was finally adopted, there was an underlying understanding that in India, given our diversity and plurality, the strengthening of the unity and integrity of our country and of unity of the people can happen only when you strengthen the bonds of commonality amongst this diversity. It cannot be strengthened by imposing a uniformity on this diversity. Any effort to impose a uniformity will tear our social fabric asunder. With this understanding, there are today 11 provisions in our Constitution recognizing and granting special conditions and special specificities for different regions, different sets of people. That is Article 371, and then from 371A to 371J. Various sections of our country, various parts, their people have different protection of different tribal rights. That is the recognition of this plurality. ഭരണഘടന ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളുടെ എല്ലാം നിലനിൽപ്പ് വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യം എന്ന് പറയുന്നത്, വൈവിധ്യത്തെ അംഗീകരിക്കലാണ് ഇതിൻ്റെ എല്ലാം ഉള്ളടക്കമെന്ന് ആ ചർച്ചകളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തണമെങ്കിൽ ഈ തത്വം അംഗീകരിച്ചേ മതിയാവും. വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പക്വമായ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ പരിശോധിക്കുന്നു. 11 വകുപ്പുകളിലായി ഓരോ പ്രത്യേക വിഭാഗത്തെ സംരക്ഷിക്കുന്ന വ്യക്തമായ വ്യവസ്ഥകൾ ഭരണഘടന ഉൾച്ചേർത്തിട്ടുണ്ട്. 371A മുതൽ J വരെ ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക്, വംശങ്ങൾക്ക് അവരുടെ വ്യത്യസ്തതയും ആചാരങ്ങളും സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകളാണ്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോഴത്തെ ചർച്ച. And then you have from Articles 25 to 30, the 6th schedule under Article 244, the 5th schedule which gives Gram Sabhas for the tribal areas. All these constitutional provisions exist today as law in our country, and that is the recognition of our plurality. We can give millions of examples of how plural our society is, and this is not confined to any one religion or between one or two religions. It's confined, it expands and grows into differences in custom, in personal laws, in personal traditions that are adopted within the religious communities themselves to a very, very wide extent. ഭരണഘടനയുടെ 25 മുതൽ 30 വരെ വകുപ്പുകളിലും ഇത്തരം പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. 5th ഭരണഘടനയുടെ 5ാം ഷെഡ്യൂൾ വിവിധങ്ങളായ ഗോത്രവർഗ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഭരണഘടനയിൽ നിന്ന് സാധിക്കും. മത സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും
മതപരമായ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളവയും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളുടെ ഏകാത്മകമായ അല്ലെങ്കിൽ ഐക്യപൂർണമായ അവസ്ഥ. That's right. Just for some illustration, you look at the differences that exist in our country. If you go to the tribal India, in the Khasi tribes, you have the woman, which is the head of the family. The men have absolutely no role to play there. In terms of even property divisions, it is the woman, and legally it is the woman that has the right to enter into property disputes. You go today to Kinnaur in Himachal Pradesh, that district bordering international borders. In that district, the tradition is that every woman will have 5 husbands, like Draupadi did in the Mahabharata. That tradition is continued and followed till now, and it's accepted in the law. And you have, even within the Hindu community, so much of difference in terms of the customs that are followed, which are actually legally valid today. I'll tell you one personal incident. I'm born into a family where my mother's brother could have married me if I was a girl. My maternal uncle can marry the maternal niece. That is allowed. So the story goes that my maternal uncle, who retired as a distinguished IAS officer, who served as the Chief Secretary of United Andhra Pradesh, when I